അമ്മ, എനിക്കൊരു എത്തും കിട്ടുന്നില്ലല്ലോ. ഇവളെ കൊണ്ട് ഞാൻ എങ്ങോട്ടാ പോവാ? എവിടെ വരെ പോകും? ഒരു പണിയില്ല, പൈസ ഇല്ല, പോകാനായിട്ടൊരു ഇടവുമില്ല. ഇതല്ലേ എവിടെ ചെന്ന് അവസാനിക്കാവൂ? കാര്യം ശരിയാണ്, ഒളിച്ചോടി ഒരുപാട് പേര് ജീവിക്കുന്നുണ്ട്. പക്ഷേ അവർക്കൊക്കെ കുടുംബമുണ്ടല്ലോ. എനിക്കങ്ങനെയല്ല. 5-ാമത്തെ വയസ്സ് മുതൽ അനാഥനായതാണ്. ആദ്യമൊക്കെ പാകം കൊണ്ട് ജീവിച്ചു പോന്നു. അതിൻ്റെ ഇടയിൽ ഇവളെ കണ്ടപ്പോൾ ഇഷ്ടമായി. പിന്നെ ഇവിടെ വരെ. എന്താ ഞാൻ ചെയ്യേണ്ടത്? ഒരു വഴി എനിക്ക് കാട്ടിത്താ അമ്മ. സിദ്ധു, നമ്മൾ എത്തിയോ? ഏയ് ഇല്ല, ഇനിയുണ്ട്. എത്ര നേരമായി നമ്മൾ യാത്ര ചെയ്യാൻ തുടങ്ങിയിട്ട്? ഇത്ര നേരമായിട്ട് എത്തിയില്ല? ഇല്ല, എത്തിയില്ല. സിദ്ധു, നമ്മൾ ഒരുമിച്ച് ജീവിക്കാൻ പോകുന്നവരാ. എന്താ നിന്റെ മനസ്സിൽ? എന്താണെങ്കിലും പറ. അത് മധു, നീ വിചാരിക്കുന്നത് പോലെ എനിക്കറിയാൻ പാടില്ല നമ്മൾ എങ്ങോട്ടാ പോണേന്ന്. ഈ ട്രെയിൻ എവിടെ അവസാനിക്കും അവിടെ ഇറങ്ങാനാണ് എൻ്റെ മനസ്സിലുള്ള പ്ലാൻ. അല്ലാതെ ഇനി എങ്ങോട്ടാന്ന് ഒരു ഇതും എൻ്റെ മനസ്സിലില്ല. എന്നാ പിന്നെ നമുക്ക് ഒരുമിച്ച് മരിച്ചാലോ? മണ്ടത്തരം പറയില്ല മധു. നിന്നെ കൊല്ലാനാണോ നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് എവിടെ വരെ എത്തിയത്? അല്ലല്ലോ. നിന്നെ സ്വന്തമാക്കാനായിട്ട് ഇത്ര കാലം ഞാൻ കൊതിച്ചില്ലേ? സ്വന്തമാക്കിയപ്പോൾ അങ്ങനെ അങ്ങോട്ട് വിട്ട് കളയാനാ? ഇല്ല, പറ്റില്ല എനിക്ക്. നമ്മൾ ജീവിക്കും. എല്ലാവരുടെ മുമ്പിൽ നമ്മൾ ജീവിച്ച് കാട്ടും. സമയമുണ്ടല്ലോ, അവിടെ എത്തുമ്പോൾ എന്തെങ്കിലുമൊക്കെ നമുക്കുണ്ടാവും. സിദ്ധു, എൻ്റെ കുറച്ച് സ്വർണ്ണമുണ്ട്. അതെങ്കിലും വിറ്റാൽ നമുക്ക് എവിടെയെങ്കിലുമൊക്കെ കിടക്കാനുള്ള സ്ഥലം കിട്ടും. ബാക്കിയൊക്കെ നിൻ്റെ കയ്യിലാണ്. എല്ലാം ശരിയാക്കണം. എന്തൊരു നാശം പിടിച്ച മഴയാണ്. ഒന്ന് തോർന്നിരുന്നെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യായിരുന്നു. ഇതിപ്പോൾ എപ്പോൾ തൊട്ടിരിക്കുന്നതാണ് നമ്മളിവിടെ. സിദ്ധു, ഒരിക്കൽ നമ്മൾ ഈ മഴയെ പ്രണയിച്ചിട്ടില്ലേ? എല്ലാം എന്താ മറന്നുപോയോ? നമ്മൾ ആദ്യം കണ്ടുമുട്ടിയപ്പോഴും ഈ മഴയുണ്ടായിരുന്നു. നമ്മൾ പ്രണയം പറഞ്ഞപ്പോഴും ഇതേ മഴയുണ്ടായിരുന്നു. നമ്മളവിടെ നിന്ന് ഇറങ്ങുമ്പോഴും ഈ മഴ തന്നെയായിരുന്നു. ഇപ്പോൾ ഇവിടെയും. എന്ന് വെച്ച് അപ്പോഴൊക്കെ ആ മഴയ്ക്ക് സൗന്ദര്യം ഉണ്ടായിരുന്നു, ഭംഗിയുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഞാൻ വെറുക്കുക. സിദ്ധു, പണ്ട് മുത്തശ്ശി പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്, ഈ മഴ അത് ആത്മാക്കളുടെ കണ്ണീരാ. അതായത് സിദ്ധു, നിൻ്റെ അമ്മ, എൻ്റെ അമ്മ, എല്ലാവരും നമ്മളുടെ സംഗമത്തിൽ സന്തോഷിക്കുന്നതാണ് ഈ കണ്ണീര്. ഈ കണ്ണീര് മഴയായി പെയ്യുന്നതാണ്, അല്ലാതെ നമ്മൾക്ക് ശാപമൊന്നുമല്ല. എങ്കിൽ പിന്നെന്തേ ആ അമ്മ നമ്മളെ സഹായിക്കാത്തെ? ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുക? എൻ്റെ സിദ്ധു, നമ്മളെ സഹായിക്കും. പക്ഷേ കുറച്ചു നേരം നമുക്ക് കാത്തിരിക്കണമെന്നേ. ഇങ്ങനെയാണ് നിന്നെ വേണ്ടത്. ഞാൻ എപ്പോഴൊക്കെ തളർന്നാലും എനിക്കൊരു തൂണ് പോലെ എന്നെ പൊക്കിയെടുക്കാൻ നിന്നെക്കൊണ്ടേ പറ്റുള്ളൂ മധു. അതുകൊണ്ടാണ് ചത്താലും നിന്നെ സ്വന്തമാക്കാൻ അങ്ങോട്ട് അത്രയും പേര് ആൾക്കൂട്ടത്തിലേക്ക് ഓടി വന്നത്. അതുപോലെ തന്നെ എന്നെ സ്നേഹിക്കാനും എന്നെ സംരക്ഷിക്കാനും എന്നെ പൊന്നുപോലെ നോക്കാനും നിന്നെക്കൊണ്ട് പറ്റുള്ളൂ സിദ്ധു. അതുകൊണ്ടല്ലേ അത്ര ആൾക്കൂട്ടത്തിലേക്ക് ഓടി വന്ന ആ കൈയിലേക്ക് ഞാൻ കയറി പിടിച്ച് കൂടെ പോകുന്നത്. അതെ. എന്നാ ഈ മഴ തോരുന്നത് വരെ നമുക്ക് നമ്മുടെ പ്രണയം ഒന്ന് ആലോചിച്ചാലോ? എന്ന് വെച്ചാ നമ്മൾ ആദ്യം കണ്ടത്, സംസാരിച്ചത്, എടുത്തത്, പരിചയപ്പെട്ടത്, ലവേഴ്സ് ആയത്, അങ്ങനെയെല്ലാം ആലോചിക്കണമല്ലോ. പണ്ട് രാജാക്കന്മാരിൽ നിന്നും നാണയങ്ങൾ കിട്ടിയിട്ടുണ്ടെന്നറിയപ്പെടുന്ന തറവാടാണ് മാമ്പള്ളി തറവാട്. കൊട്ടാരക്കര എന്ന ഈ ചെറിയ നാട്ടിൽ എല്ലാവരും അറിയുന്നതും വാഴ്ത്തപ്പെടുന്നതുമായ ഒരു വലിയ തറവാട് മാമ്പള്ളി തറവാട്. പണ്ട് കാലത്ത് നിന്നുകൊണ്ടിരുന്ന നാനാചാരങ്ങളെല്ലാം ഈ തറവാട്ടിലും നിലനിന്നു പോയിരുന്നു. എന്ന് വെച്ചാൽ തൊട്ടുകൂടായ്മ, തീണ്ടിക്കൂടായ്മ, താഴ്ന്ന ജാതി, ഉയർന്ന ജാതി എന്നിങ്ങനെ കാലം എത്ര കഴിഞ്ഞിട്ടും ആ ആചാരങ്ങൾ അവർ പാലിച്ചു കൊണ്ടേയിരുന്നു. നാടോടുമ്പോൾ നടുവേ ഓടണമെന്നാണല്ലോ. ആ നാട്ടിലുള്ള എല്ലാവരും നാടിനൊപ്പം ഓടിക്കൊണ്ടിരുന്നെങ്കിലും അവരങ്ങനെയായിരുന്നില്ല.
അവിടെ വളർന്ന ഓരോ കുഞ്ഞിനെയും അവർ ജാതിയും മതവും തീണ്ടലും തൊട്ടുകൂടായ്മയും എല്ലാം പഠിപ്പിച്ചു കൊണ്ടിരുന്നു. എന്നാൽ വിദ്യാഭ്യാസം കുട്ടികളിൽ വിദ്യ അറിഞ്ഞു കൊടുത്തപ്പോഴാണ് അവർ പുസ്തകങ്ങളിൽ നിന്നും മനസ്സിലാക്കിയത് ഇതെല്ലാം പണ്ട് കാലത്ത് നിലനിന്നിരുന്ന ആചാരങ്ങളാണെന്നും ഇതെല്ലാം തച്ചുടയ്ക്കേണ്ട സമയമായെന്നും. പതിയെ പുതിയ പുതിയ തലമുറകൾ അതെല്ലാം ആ കുടുംബത്തിൽ കൊണ്ടുവന്നു തുടങ്ങി. എങ്കിലും അവരിടയിൽ അപ്പോഴും നിന്നിരുന്നു ജാതി. തുലാവർഷായില്ല, അപ്പോഴത്തേനും തുടങ്ങി മഴ. ഇനി ഇതൊക്കെ എന്ന് ഉണങ്ങി കിട്ടാനാണ്? എൻ്റെ കാത്തിയായിരി, ഞാൻ എത്ര തവണ അമ്മയോട് പറഞ്ഞിട്ടുണ്ട് ഈ വെയിൽ കാണുമ്പോൾ അതൊക്കെ എടുത്തൊന്ന് ഉണക്കാനിടാനായിട്ട്. അമ്മ അപ്പം കേൾക്കണ്ടേ? നിന്റെ കൈ എൻ്റെ ചന്തയ്ക്ക് പോയോ? നിന്റെ കൈക്കും അതെടുത്ത് അവിടെ കൊണ്ടിട്ടൂടെ? അത് പിന്നെ കാത്തിയായിനി, ഞാൻ പഠിക്കല്ലേ. എന്തെങ്കിലും പറയുമ്പോൾ പഠിപ്പിൽ കൊണ്ടിട്ടോളൂ കേട്ടോ. പിന്നെ ഈ അമ്മേനെ കാത്തിയാനി വിളിക്കല്ലേട്ടോ. ആരെങ്കിലും കേട്ട എൻ്റെ കുട്ടിക്ക് കിട്ടുമടി. എൻ്റെ അമ്മേൻ്റെ അടുത്ത് മാത്രമല്ലേ ഞാൻ അങ്ങനെ വിളിക്കുന്നുള്ളൂ. ആരെങ്കിലും വരുമ്പോൾ ഞാൻ അമ്മ എന്നല്ലേ വിളിക്കുന്നേ. ഞാൻ കുറച്ച് കാർത്തിയാനിന്ന് വിളിച്ചോട്ടെ എന്ന് അച്ഛനെ വിളിക്കാലോ. എടി, അത് നിന്റെ അച്ഛനല്ലേ, അച്ഛനെ വിളിച്ചപ്പോ എന്താ? എന്നാലും എനിക്ക് വിളിച്ചാലും പ്രശ്നമൊന്നുമില്ലല്ലോ. ആരും കേൾക്കണ്ട. ഇല്ലെന്നേ. എൻ്റെ ഇവിടെ അമ്മയും മോളും. ഒന്നുമില്ല മുത്തശ്ശി, ഞാൻ കോളേജിൽ പോകുന്ന കാര്യം പറഞ്ഞതാ. ആണോ? എന്നാ പോവാ നോക്ക്, സമയം ഒരുപാടായി. ഞാൻ പോവാ. അച്ഛാ, ഞാൻ ഇറങ്ങുവാണേ. മുകുന്ദനെയും ഉണ്ണിനൊക്കെ കൊണ്ടുപോകും. മുകുന്ദേട്ടാ, ഉണ്ണേട്ടാ, നിങ്ങൾ വരുന്നുണ്ടോ? സമയം എത്രയായി? എടി, ഞാനൊന്ന് പല്ലേക്കെട്ടിടി. പല്ലേക്കുന്നുള്ളൂ? ചുമ്മാ ഞാൻ ബാഗ് എടുത്തു ഇറങ്ങി. ബാ. അപ്പോ ഉണ്ണിയേട്ടൻ എന്തേ? ഉണ്ണി പുറത്തുണ്ട്. എന്താ? സ്ഥിരം പല്ല് തന്നെ പെങ്കടാങ്ങളെ വായി നോക്കി നിൽക്കുന്നുണ്ട്. വല്യച്ഛനെ കാണണ്ട, കിട്ടും. അതവനോട് എത്ര പറഞ്ഞാലും കേക്കില്ലല്ലോ. അവരുടെ കയ്യിൽ നിന്ന് ബെൽറ്റ് വെച്ച് കിട്ടുമ്പോ അവൻ ഇങ്ങോട്ട് പോകുന്നുള്ളൂ. നീ നടക്ക്. ഉണ്ണി. ഏട്ടാ, എടാ മതി, പോവാ. ഞാൻ ദേ വരുന്നു. ആരിത്? മധുവോ? മധു. പോയേ ഉണ്ണിയേട്ടനെ കുറച്ച് കൂടുന്നുണ്ട് കേട്ടോ. വല്യച്ഛനും അച്ഛനും അങ്ങനെ കാണണ്ട. എടേ, വല്യച്ഛൻ കണ്ടാലും അച്ഛൻ കണ്ടാലും എനിക്കൊരു പ്രശ്നമില്ല. ഇവർ ഈ പണ്ടത്തെ ആൾക്കാർ പണ്ടത്തെ കാര്യങ്ങൾ ആലോചിച്ച് ഇങ്ങനെ ഇരിക്കും. നീ പുസ്തകത്തിലൊന്നും പഠിച്ചിട്ടില്ലേ? എടീ, ജാതിയും അതൊക്കെ അതിൽ ഇങ്ങനെ പറയുന്നുണ്ടെങ്കിൽ കൂടി നമ്മുടെ റിയൽ ലൈഫിൽ അത് കൊണ്ടുവരണ്ടാന്ന്. ദേ മധുട്ടി, അവൻ പറയണമെന്ന് നീ കേൾക്കാൻ നിൽക്കണ്ട. ഇനി ഇത് കേട്ട് നീ ഓരോന്ന് ആലോചിച്ച് കൂട്ടും. പിന്നെ അടുത്തത് അച്ഛൻ്റെ പാപ്പൻ്റെ തൊഴിൽ ഞങ്ങൾക്ക് കിട്ടും. എൻ്റെ മുകുന്ദേട്ടാ, നിങ്ങൾ അവരെയും പേടിച്ചിങ്ങനെ ഇരുന്നോളൂ കേട്ടോ. ഇങ്ങനെ പോയി നിങ്ങൾ എങ്ങനെ ജീവിക്കാൻ പോണു? ഞാൻ ഈ നാട്ടിൽ നിന്ന് എങ്ങടെങ്കിലും പോവും പണി കിട്ടിക്കഴിഞ്ഞ. അത് പണി കിട്ടുമ്പോഴല്ലേ, അത് നമുക്ക് അപ്പാലോചിക്കാം. ഇപ്പൊ നീ നടക്ക് മധു, നടക്ക്. ഏട്ടാ. ദേ വീണ്ടും മഴ. നമുക്ക് ആ കടയിൽ കയറിക്കാം. സോറി, ഐ ആം റിയലി സോറി. സാരില്ല. മഴ ഒന്ന് തുറന്നിട്ടുണ്ട്, നമുക്ക് ഇറങ്ങാം. ഇനി കുറച്ചും കൂടി നേരം നമ്മൾ ഇവിടെ നിന്നാ വൈകും. ഏട്ടാ, മധു വാ. അതാ വരുന്നു. ഇത്ര മതിയില്ലേ കുഞ്ഞെ? ചേട്ടാ, പാക്ക് ചെയ്തോ. ഡാ, നീ എന്ത് മാങ്ങ നോക്കിക്ക? മധുവാ? ഒരു പെൺകുട്ടി ദേ പോകുന്നു. പഷ്ട്. നീനേ അങ്ങോട്ട് നോക്കണ്ട. എന്താണ്ട പ്രശ്നം? പ്രശ്നം മാത്രമുള്ളൂ. എന്തുവാടേ? ഇടക്കാര്യം ശരിയാണ്, നമ്മൾ ആൺകുട്ടികളാ, വികാരമുണ്ടാവും. പക്ഷെ ആ കുട്ടിയുടെ വികാരങ്ങളൊന്നും എടുക്കാൻ നിൽക്കണ്ട. എടവേ, അതിനിപ്പോ എന്താണ്? നീ ആ കുട്ടി ആരാന്ന് നിന്റെ വിചാരം? ആരാ? എടാ പൊട്ടാ, ഇവിടുത്തെ മാമ്പിളി തറവാട് അറിയോ? അറിയാം. എന്നാലേ അവിടെ 4 സഹോദരങ്ങൾക്ക് 8 മക്കളില് ആകെയുള്ള ഒരു പെൺതരിയാണ് ആ പോണം മധു.
അഥവാ മാധുരി. ആ കൊച്ചിന്റെ പിന്നാലെ നടക്കാത്ത ചെക്കന്മാരില്ല, അതിൽ ഒരെണ്ണാണ് നീ. പക്ഷേ പ്രശ്നം എന്താന്ന് വെച്ചാല് അവൾക്ക് കാവല് 1 2 അല്ല 8 ചേട്ടന്മാരാ. നമ്മളെങ്ങാനും കണ്ടാല് ഓൺ ദ സ്പോട്ട് അങ്ങോട്ട് തീർക്കും. ഇപ്പൊ തന്നെ കണ്ട 2 എണ്ണാണ് പിന്നാലെ, ബാക്കിയുള്ള 6 എണ്ണം പുറം നാട്ടിലായതുകൊണ്ടാണ്. ഇല്ലെങ്കിൽ അവന്മാരും കൂടെ ഉണ്ടായനായിരുന്നു. എടാ, ഇത്രയും പ്രൊട്ടക്ഷൻ ഇട്ട് വളർത്താനായിട്ട് അതൊരു പെൺകുട്ടിയല്ലേ? ആ, അതുകൊണ്ട് തന്നെയാണ്. എടാ, മാമ്പിളി തറവാട് എന്ന് വെച്ചാൽ എന്താ? രാജാക്കന്മാരിൽ നിന്ന് സ്വർണം വാങ്ങിച്ചത് മാത്രല്ല അവരുടെ ചരിത്രം. ഈ പാവങ്ങളെ കൊല്ലലും അല്ലെങ്കിൽ തൊട്ടുകൂടായ്മ തീണ്ടുകൂടായ്മ നിലനിൽക്കുന്ന തറവാടാ. അവിടെ നിന്നൊക്കെ ഒരു പെണ്ണിനെ വളയ്ക്കാന്ന് വെച്ചാലേ നല്ല പണിയാ. അഥവാ വളച്ചിട്ടുണ്ടെങ്കിൽ തന്നെ പിറ്റേ ദിവസം അവനാണാണെന്ന് തെളിയിക്കാനുള്ളത് പോലും ഉണ്ടാവില്ല. ഇത്രയൊക്കെ പറഞ്ഞിട്ടും നീ എന്ത് ഈ വടി വിഴുങ്ങിയ പോലെ നിക്കണേ? എടാ, അത് അവളുടെ വീട്ടുകാരല്ല അങ്ങനെയുള്ളൂ. അവൾ അങ്ങനെയാണോന്ന് നിന്നോട് പറഞ്ഞോ? എടാ, ആ കൊച്ചിനുണ്ടാവില്ലേ വികാരങ്ങള്, ആ കൊച്ചിനുണ്ടാവില്ല ഇഷ്ടങ്ങള്. വീട്ടുകാരുടെ നിർബന്ധത്തിൽ ജീവിക്കാനായിട്ട് ഇത് പണ്ടത്തെ കാലമൊന്നും അല്ലല്ലോ. അവൾ എനിക്കുള്ളതാണെങ്കിൽ അവൾ എനിക്ക് തന്നെ കിട്ടും, 100% ഉറപ്പാ. നിന്റെ വിശ്വാസം നിന്നെ കാക്കട്ടെ. പക്ഷെ എനിക്കിപ്പോ വീട്ടിൽ പോണം. ബാ. ഉറങ്ങിക്കൊണ്ടിരുന്ന എന്നെ എണ്ണിപ്പിച്ച് പല്ലുകൂടി തേപ്പിക്കേണ്ട എന്തിനാണ് ഈ കടയുടെ മുമ്പിൽ കൊണ്ട് പ്രതിഷ്ഠിച്ചേക്കണത്? എടാ, ഇന്നലെ ഇതേ സമയത്ത് ആ പെൺകുട്ടി ഇതിൽ കൂടെ പോയത്. അപ്പൊ പിന്നെ ഇപ്പോഴും കാണാലോ. എടാ, നീ അത് വിട്ടില്ലേ? വിടാനാണോ മോനെ ഞാൻ ആശിച്ചത്? വിട്ടു കൊടുക്കില്ല. ആ മധു എനിക്കുള്ളത് തന്നെയാണ്. അവസാനം മധു തിന്ന് ചാവാണ്ടിരുന്നാ മതി. പോടാ പോടാ. ആ, ദേ വരുന്നു. ഹായ്. ഈശ്വര, ഏട്ടന്മാര് കണ്ട പെട്ട്. ഹായ്. ഹലോ. ഹായ് മധു. മധു. ഹായ്. ഡോ മധു. എന്നിട്ട് പഠിക്കാണ്ട് ആലോചിച്ചിരിക്കണേ? ഉണ്ണിയേട്ടാ, അതെ, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? ചോദിക്കേ. അതെ, നമ്മളൊരാൾ നിരന്തരം ഇങ്ങനെ നമ്മൾ പോകുന്നിടത്തൊക്കെ വന്ന് നമ്മൾ കാണുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? അതിപ്പോ നീ എവിടൊക്കെ പോവാറുണ്ട്? ഞങ്ങളുടെ ഒപ്പം കോളേജിലേക്ക് മാത്രമല്ലേ വരാറുള്ളൂ. അവിടെ വെച്ച് നിന്നെ ആരാ നിരന്തരം നോക്കിക്കൊണ്ടിരുന്നേ? എന്നാരും നോക്കിയില്ല. ഡേ കള്ളി, ഞാൻ ആരാന്നാ നിന്റെ വിചാരം? ഞാൻ നിന്റെ ഏട്ടനാ. പറ, ആരാ നിന്നെ നോക്കിയേ? അയ്യോ ഏട്ടാ, അച്ഛനോട് പറയല്ലേ. ഞാൻ അച്ഛനോടൊന്നും പറയില്ല. നീ പറ, ആരാ നോക്കിയേ? ആരാന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ നമ്മൾ കോളേജിലേക്ക് പോകുന്ന വഴിയിലെ ഒരു കടയില്ലേ, അവിടെ എന്നും വന്ന് നിന്ന് എനിക്ക് ഹായ് തരും. പക്ഷെ ഞാൻ മൈൻഡാക്കാറില്ല. എന്നാലും മൈൻഡാക്കാൻ വേണ്ടി പേര് വിളിക്കും. ഏട്ടൻ അത് കാണാറില്ലേ? ഞാൻ കാണാറുണ്ട്, ശ്രദ്ധിക്കാറുണ്ട്. അയ്യോ, അങ്ങനെങ്കിൽ മുകുന്ദേട്ടനും കണ്ടിട്ടുണ്ടാവില്ലേ? ഇല്ലല്ലോ. അത് നിന്നെ അവൻ എപ്പോഴൊക്കെ വിളിച്ചിരുന്നോ അപ്പോഴൊക്കെ മുകുന്ദേട്ടന്റെ ശ്രദ്ധ ഈ ഞാൻ തിരിച്ചിരുന്നു. പക്ഷേ ഉണ്ണിയേട്ടൻ എന്തിനങ്ങനെ ചെയ്തേ? അവന്റെ പ്രണയത്തിൽ സത്യമുണ്ടെന്ന് മനസ്സിലായതുകൊണ്ട്. പ്രണയോ? പിന്നല്ലാതെ അവൻ വെറുതെ വന്ന് കടയുടെ മുമ്പിൽ നിന്ന് നിനക്ക് ഹായ് തരുന്നു വിചാരിച്ചോ? അവന് നിന്നോട് ഭയങ്കര ഇഷ്ടാടി. നിനക്കത് മനസ്സിലാവാണ്ടാണ്. അതിനാദ്യം തന്നെ പ്രണയിക്കണം. അതിന് നിന്നെ ഇവിടുത്തെ ചേട്ടന്മാർ സമ്മതിക്കാറില്ലല്ലോ. ആകെ സമ്മതിക്കുന്ന ഒരേ ഒരു ഏട്ടനാണ് ഈ ഉണ്ണിയേട്ടൻ. എന്ത് സംശയം ഉണ്ടെങ്കിലും ഉണ്ണിയേട്ടനോട് ചോദിക്കാം. ഉണ്ണിയേട്ടൻ നിനക്ക് ഉണ്ണിയേട്ടന്റെ പെണ്ണിനെയും കാട്ടിത്തരാം. എടാ കള്ളൻ ഉണ്ണിയേട്ടാ, അപ്പൊ നിങ്ങൾക്കും? ഉണ്ട്, ഒരു പെൺകുട്ടിയുണ്ട്. പക്ഷേ ഇവിടെ കാര്യം അവതരിപ്പിക്കാൻ പറ്റില്ലല്ലോ.
ജാതി മതം ഒക്കെ നോക്കും. അവള് ഹിന്ദു തന്നെയാ, പക്ഷേ നമ്മളെക്കാട്ടും താഴ്ന്ന ജാതി എന്നൊരിത്. അപ്പോൾ എൻ്റെ കാര്യത്തിൽ ഇത് തന്നെ ആവില്ലേ വരാ? എന്തായാലും അതുണ്ടാവും. അതില്ലാത്ത ഒരു പരിപാടിയും നമ്മുടെ ഈ ഫാമിലിയിൽ ഇല്ലല്ലോ. ഉണ്ണേട്ടാ, നമ്മളിനി എന്ത് ചെയ്യും? നമ്മളാ? ഞാനല്ലേ പറയേണ്ടത് അത്. നമ്മളെന്ന് പറയണമെങ്കിൽ നിനക്ക് അവനോട് ഇഷ്ടം തോന്നണ്ടേ? അതിന് നിനക്ക് അവനോട് വല്ലതുണ്ടോ? അത് എനിക്ക് പഠിക്കാനുണ്ട്, ഞാൻ പോണു. പോവല്ലേ പെണ്ണെ, സത്യം പറ, പറഞ്ഞിട്ട് പോ. അത് ഉണ്ടോന്നറിയില്ല, പക്ഷേ പുള്ളിയെ കാണുമ്പോൾ എന്താന്നറിയില്ല, ഹൃദയം വല്ലാതെ അങ്ങോട്ട് ഇടിക്കും. അത് നമുക്ക് നാളെ തന്നെ മാറ്റിയെടുക്കാം. എങ്ങനെ? നാളെ നീ കോളേജിൽ പോണ്ട. ആന്ന്, നാളെ നീ ലീവ് എടുത്ത് ഇവിടെ ഇരിക്കേ. എന്നിട്ട് അവനെ കാണാൻ നിന്റെ മനസ്സ് കൊതിക്കുന്നുണ്ടെങ്കിൽ അതിനർത്ഥം പ്രണയമെന്നാണ്. അപ്പോ അങ്ങനെ ചെയ്തു നോക്കാല്ലേ? ചെയ്തു നോക്കാം. എടാ, ഇതിപ്പോ ഒരുപാടായില്ലേ? അവളെ ചേട്ടന്മാര് രണ്ടുപേരല്ലേ കുറച്ചേരം മുമ്പ് നടന്നോ ഇത്? അവള് പോയിട്ടുണ്ടാവില്ലടാ, നമുക്ക് പോവാ. എടാ പോടാ, അവള് വരും, ചിലപ്പോ ലേറ്റ് ആയതായിരിക്കും. എടാ, അവളെ ഏട്ടന്മാരെ കൂടെ പോവും, അത് നിനക്കറിയാല. അവൾക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും, അതായിരിക്കും ലീവ് എടുത്തിരിക്കുന്നേ. എനിക്ക് അവളെ കാണാണ്ടിരിക്കാൻ പറ്റുന്നില്ല. എടാ, നമുക്ക് മാമ്പള്ളി തറവാട്ടിൽ പോയി നോക്കിയാലോ? എടാ പൊട്ട, അവിടെ ചെന്ന് നിനക്ക് ചാവണം എന്നാണോ? എനിക്ക് വീട്ടുകാരൊക്കെ ഉണ്ട് കേട്ടോ, നിന്നെ പോലെ അല്ല. അവിടെ കിടന്ന് ചാവാൻ എനിക്ക് വയ്യടാ. അതൊരു പെണ്ണിന്റെ പേരും പറഞ്ഞ്. അതെ, ഈ സിദ്ധാർത്ഥിനെ വീട്ടുകാരില്ല, അതുകൊണ്ട് പേടിക്കാനൊന്നുമില്ല. ഞാൻ അവിടെ പോയി ചത്താലും ചോദിക്കാൻ ആരും വരെയില്ല. എൻ്റെ ശവം എടുത്ത് കൂച്ചിടാനും ഞാൻ നിന്നോട് പറയുന്നില്ല. ഞാൻ അവിടെ പോയി കണ്ടുകൊണ്ട് നീ നിന്റെ കാര്യം നോക്കി പൊക്കോ. എടാ, ഞാൻ നിന്നെ വിഷമിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ലടാ. എടാ, എൻ്റെ സിറ്റുവേഷൻ അതാണ്. അതാ പറഞ്ഞേ, പൊക്കോളാൻ. ഞാൻ പൊക്കോണ്ട് അങ്ങോട്ട്. ഇടുക്കത്ത മഴ. എടാ, നീ പൊക്കോ, ഞാൻ പിന്നെ വരാം. സൂക്ഷിച്ചു പോ, അവരെ കണ്ണിലൊന്നും പിടിക്കാണ്ട് നോക്കിക്കോ. ഉണ്ണിയേട്ടൻ പറഞ്ഞതുപോലെ അത് പ്രണയം തന്നെ ആയിരുന്നു അല്ലേ? ഇപ്പം ഞാനെങ്ങനെ അയാളെ കാണാം? എങ്ങനെയാ ഒന്നും എന്താ ആളുടെ പേര്? ഒന്നും അറിയില്ലല്ലോ. മധു, നിങ്ങളെന്താ ഇവിടെ? അതൊക്കെ ഒച്ച കുറച്ച് പറ. ആരും കാണാണ്ട് കഷ്ടപ്പെട്ട് കയറി വന്നതാ. അതാ ചോദിച്ചേ, നിങ്ങൾ എന്തിനിപ്പോ കഷ്ടപ്പെട്ട് ഇങ്ങോട്ട് കയറി വന്നേ? അത് തന്നെ ഇന്ന് കണ്ടില്ല, അപ്പോ പേടിച്ചു. അപ്പോ ഒന്ന് വന്നു നോക്കിയതാ. എന്തിന്? അത് മധു, എനിക്ക് മധുവിന് ഇഷ്ടമാ. മധു, താൻ എന്തിനാ കരയുന്നേ? എന്നെ ഇഷ്ടമല്ലെങ്കിൽ വേണ്ട, താൻ കരയണ്ട. ഞാൻ പൊക്കോണ്ട്. ഒന്നവിടെ നിക്കോ? ആ, എന്താ പെട്ടെന്ന് അങ്ങോട്ട് പറഞ്ഞിട്ട് പോവാ? ഞാൻ കരഞ്ഞത് അതുകൊണ്ടൊന്നല്ല. പിന്നെ ഞാൻ എൻ്റെ മനസ്സിനോട് ചോദിച്ചപ്പോൾ മനസ്സ് ഉത്തരം പറഞ്ഞത് ഇഷ്ടമാണെന്നാ. അതിൻ്റെ സന്തോഷത്തിൽ കരഞ്ഞതാ. അപ്പോൾ മധുവിന് എന്നെ ഇഷ്ടമാ. പക്ഷേ ഒരു തമാശ എന്താണെന്നാൽ, നിങ്ങൾ ആരാ, എന്താ പേരെന്താ, എവിടെ താമസിക്കുന്നു, ഒന്നും എനിക്കറിയില്ല. അത് ഞാനിപ്പോ പറഞ്ഞുതരാം. മധു, അയ്യോ അമ്മ, പൊക്കു പിന്നെ പറഞ്ഞാ മതി. എന്നാ ശരി. മധു, നീ ആരോട് എത്ര നേരം സംസാരിച്ചുകൊണ്ടിരുന്നേ? ആരോട്? ഞാൻ ആരോടും സംസാരിച്ചില്ല. പക്ഷേ നിന്റെ ശബ്ദം ഞാൻ അങ്ങോട്ട് കേട്ടല്ലോ.
ആ അത് പിന്നെ അമ്മയ്ക്കറിയാലോ എനിക്ക് പണ്ട് മുതലേ ഒറ്റയ്ക്കിരുന്ന് സംസാരിക്കുന്ന ശീലമുണ്ടെന്ന്. അങ്ങനെ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഒറ്റയ്ക്ക് സംസാരിച്ചതാ. ഓ ഈ കൊച്ച് ഇതിന് പ്രായം കൂടുന്നവരും ചെറുതായി വരാണല്ലോ. നീ അങ്ങോട്ടും ഇങ്ങോട്ടും ഇരുന്ന് സംസാരിക്കാണ്ട് വന്ന് എന്നെ എന്തിനെ സഹായിക്കേ? ആ ഞാനതാ വരുന്നു. ഈശ്വര, അവളെ കാണാനില്ലല്ലോടാ. നീ ഇന്നലെ ശരിക്കും പറഞ്ഞ? ആടാ പറഞ്ഞ്, അവൾക്ക് ഓക്കെ ആണെന്നും പറഞ്ഞു. പക്ഷെ ഇപ്പൊ കാണുന്നില്ല. എടാ, അതവളുടെ ചേട്ടനല്ലേ ഇങ്ങോട്ട് വരണേ? ആടാ അതെ. എന്നാ പിന്നെ ഞാൻ വീട്ടിൽ പോയിട്ട് പിന്നെ വരാം, നീ ഇവിടെ നിക്ക്. എടാ തെണ്ടി, എന്തുവാടാ നീയെല്ലാം ഒറ്റയ്ക്ക് നേരിട്ടോണ്ടെന്ന് പറഞ്ഞേ? നേരിട്ടോ, ഞാൻ പോണു. ഓ, കൂട്ടുകാരനാക്കാൻ പറ്റിയ സാധനം പോയി തോണ്ടി. എനിക്ക് നിന്നോട് കുറച്ച് സംസാരിക്കാനുണ്ട്, വാ. ആ ഞാൻ വരാം. എന്താ നിന്റെ പേര്? ഞാൻ സിദ്ധാർത്ഥ്. ഞാൻ ആരാന്ന് മനസ്സിലായോ? മനസ്സിലായി. ആരാ? മധുവിന്റെ ചേട്ടൻ. ഞാൻ എന്തറിഞ്ഞിട്ട് ഇങ്ങോട്ട് വന്നേന്ന് മനസ്സിലായി കാണുമല്ലോ. ആ മനസ്സിലായി. അപ്പോ ഞാൻ പറഞ്ഞു വന്നത് വേറൊന്നുമല്ല. മാമ്പിള്ളിയിലെ പെണ്ണിനെ നീ മാത്രമല്ല, ഒരുപാട് പേര് വായി നോക്കിയിട്ടുണ്ട്. അവന്മാരൊക്കെ തൂത്തു തുടച്ചത് ഞങ്ങള് ചേട്ടന്മാരങ്ങ് പരലോകം വെടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി നീ അവളുടെ പിന്നാലെ നടക്കണ്ട. ഇങ്ങോട്ട് മര്യാദ കാട്ടിയ അങ്ങോട്ടും മര്യാദ കാട്ടും. ഇനി നിന്നെ അവിടെ കണ്ടുപോകരുത്. ഇതോടുകൂടി നിന്റെ ശല്യം അവൾക്കിനി ഉണ്ടാവാനും പാടില്ല, കേട്ടല്ലോ? എന്നെ കൊണ്ട് പറ്റില്ല. ആ എന്നെ കൊണ്ട് പറ്റില്ല. അതെന്താടാ നിനക്ക് പറ്റിയാലോ? കാരണം ഞാൻ അവളെ പ്രണയിക്കുന്നുണ്ട്. ഒരാളുടെ വാക്കുകൊണ്ട് അതെനിക്ക് നിർത്താൻ കഴിയില്ല. മാത്രമല്ല, നിങ്ങളെന്നെ കൊന്നാലും ശരി, ഞാൻ അവളെ ഇഷ്ടപ്പെടുന്നുണ്ട്. അതിൽ നിന്ന് പിൻവലിയാൻ എന്നെ കൊണ്ട് കഴിയില്ല. എടാ, നീയും അവളുടെ പിന്നാലെ നടന്നവന്മാരെ പോലെ തന്നെയാണ്. ആദ്യമൊക്കെ ഇതേപോലെ വീമ്പളിക്കിത, പിന്നെ ഞങ്ങളുടെ കയ്യിൽ നിന്ന് കിട്ടിക്കഴിഞ്ഞപ്പോൾ അവന്മാർ താനെ വലിഞ്ഞു. അതേപോലെ തന്നെയായിരിക്കും നിന്റെ അവസ്ഥ. പിന്നെ നീ അവളുടെ സ്വത്തോ സൗന്ദര്യം കണ്ടായിരിക്കില്ലേ വീണിട്ടുണ്ടാവുക? അല്ല, ഞാൻ അവളുടെ സ്വത്തോ സൗന്ദര്യവും ഒന്നുമല്ല കണ്ടത്. ആദ്യം ഞാൻ അവളെ കണ്ടപ്പോൾ നിങ്ങളവരെ പിന്നാലുണ്ടായപ്പോഴും അവൾ മാമ്പഴയിലെ കുട്ടിയാണെന്നോ അവൾ വലിയ ആളാണെന്നൊന്നും എനിക്കറിയില്ലായിരുന്നു. പിന്നെ നീ എന്ത് കണ്ടിട്ടാ വീണത്? അവളുടെ കണ്ണ് കണ്ടിട്ടാ. അവൾക്ക് എൻ്റെ അമ്മയുടെ കണ്ണുകളാ. പണ്ട് 5 വയസ്സ് മാത്രം പ്രായമുള്ള എനിക്ക് എൻ്റെ കയ്യിൽ സ്വന്തം എന്ന് പറയാനായിട്ട് അമ്മയുടെ ഒരു ഫോട്ടോ ഉണ്ടായിരുന്നു. ആ ഫോട്ടോയിൽ ആ കണ്ണുകൾ അതേ കണ്ണ് തന്നെയാണ് ഞാൻ അന്ന് അവളെ കണ്ടപ്പോൾ ഉണ്ടായത്. അതൊരു വെറും കണ്ണിൽ നിന്നുണ്ടായ പ്രണയമല്ല, മറിച്ച് മനസ്സ് പറഞ്ഞു അവളെനിക്ക് എന്തോ പ്രിയപ്പെട്ടവളാണെന്ന്. എനിക്ക് പറയാനുള്ളതൊക്കെ ഞാൻ പറഞ്ഞു. ഇനി നിനക്ക് നീയായി തന്നെ കൊണ്ടുവരുന്ന വിനയാണ് അനുഭവിക്കുക. ഉണ്ണിയേട്ടാ കണ്ടോ? സംസാരിച്ചോ? എന്താ പറഞ്ഞേ? എടേ, അവൻ നിനക്ക് എന്തേ ചേരില്ലേ? ഓ, അവൻ നിനക്കേ ചേരും. അത്ര നല്ല ചക്കര. അവനിനി എൻ്റെ അളിയൻ തന്നെ. കാരണം അവനെ പേടിപ്പിക്കാൻ പറ്റുന്ന രീതിക്കൊക്കെ ഞാൻ പേടിപ്പിച്ചടി. അവനൊന്ന് പേടിക്ക് പോയിട്ട് അവൻ ആ സ്ഥാനത്ത് തന്നെ നിന്ന് നിന്നെ സ്വന്താക്കിയിട്ട് അടങ്ങുള്ളൂ. ഇങ്ങനെ ഇവിടെ ചിരിച്ചിക്കണ്ട. നാളെ കോളേജിൽ പോകുമ്പോഴേ അവൻ എങ്ങനെ കാണും, സംസാരിക്കും, ഇതെല്ലാം പ്ലാൻ ചെയ്യണ്ടേ? അയ്യോ, അത് ചെയ്യണം. എന്ത് ചെയ്യും? ഒരു വഴിയുള്ളൂ. അത് ഞാൻ നാളെ കാട്ടാം. നേരത്തെ എണീറ്റിരുന്നോ? എല്ലാം സെറ്റ് ചെയ്തിട്ട്. ഓക്കെ ഉണ്ണിയേട്ടാ. ശരി എന്നാ. വാ 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 വാ, ഓടോടോട്. എന്തുവാ ഉണ്ണിയേട്ടാ? വാടി. ഇപ്പൊ നമ്മൾ എന്തിനാ ഓടിയത്? ഞാനേ മുകുന്ദേട്ടനൊന്ന് കുളിക്കാൻ പോയപ്പോ വാതിലൊന്ന് പൂട്ടിയിട്ട് ഇനി ആരെങ്കിലും വന്ന് തുറക്കാണ്ട് പുള്ളിക്ക് പുറത്തിറങ്ങാൻ പറ്റില്ല. അതിനേക്കാളും മുമ്പ് നമ്മൾ പോയിട്ട് അവനോട് സംസാരിച്ച് എല്ലാം ശരിയാക്കണം. വേഗം ഓടി. ആ ഓടുവാ. ഈശ്വര, പിന്നെയും അവളെ ഏട്ടനും കൊണ്ടുവരുന്നു. എടാ, ഞാനെന്നാ വീണ്ടും വീട്ടിൽ പോയിട്ട് വരാം. എടാ തെണ്ടി, എനിക്ക് ഒരിക്കലെങ്കിലും എന്നോട് സത്യസന്ധമായിട്ട് നിന്നൂടെ പട്ടി?
എടാ സോറിടാ, ജീവനെ കൊതിയുണ്ട്, ഞാൻ പോണടാ മാറി. എന്തളിയാ പേടിച്ചാ? അളിയനാ? എന്തേ? നീ എന്റെ പെങ്ങളെല്ലോടെ പ്രേമിക്കണേ, അപ്പോ നീ എനിക്ക് അളിയനാവില്ലേ? എനിക്കൊന്നും മനസ്സിലായില്ല. മധു എന്താ പേര്? ഞാൻ സിദ്ധാർത്ഥ്, സിദ്ധു എന്ന് വിളിക്കും. ആ സിദ്ധു, ഏട്ടനിതെല്ലാം അറിയാം. എന്ന് വെച്ചാ എനിക്ക് സിദ്ധുവിന് ഇഷ്ടമാണെന്നും സിദ്ധുവിന് എന്നെ ഇഷ്ടമാണെന്നും ഒക്കെ ഇന്നലെ ഏട്ടൻ എന്നോട് സംസാരിച്ചിട്ട് തന്നെയാണ് സിദ്ധുവിനോട് സംസാരിക്കാൻ വന്നത്. ഏട്ടൻ എൻ്റെ മറ്റുള്ള ഏട്ടന്മാരെ പോലെ അല്ല. ഉണ്ണിയേട്ടൻ എല്ലാത്തിനും എൻ്റെ കൂടെ ഒപ്പം ഉണ്ടാവും. എന്നൊരു സപ്പോർട്ടറാണ്. ഇപ്പോഴും നിനക്കൊന്നും കത്തിയില്ലളിയാ. എടാ മോനെ, മാമ്പിള്ളിയിലെ എല്ലാവരും ചീത്ത ആൾക്കാരാന്ന് വിചാരിക്കരുത്. എന്നെ പോലെ കുറച്ച് 2-3 നല്ലവരുണ്ട്. എന്ന് വെച്ചാ നാടിൻ്റെ ഒപ്പം ഓടുന്ന കൂട്ടത്തില്ല ഞാൻ. അവരൊക്കെ ജാതി മതവും നോക്കും, പക്ഷെ ഞാൻ അങ്ങനെയല്ല. ഞാനും പ്രേമിക്കുന്നുണ്ട്. ദേ അതാണ് എൻ്റെ പെണ്ണ്, ഇങ്ങോട്ട് വാ. സോറി പെങ്ങളെ, നീ അവളെ നിന്റെ ഫ്രണ്ടായിട്ട് എനിക്ക് കാട്ടി തന്നപ്പോ അറിയാണ്ട് അവൾ എൻ്റെ ഗേൾ ഫ്രണ്ടായി പോയി. സാരില്ല അല്ലേ താരമോളെ? അത് മധു, എടി നിനക്കറിയാലോ, എനിക്ക് മാമ്പിള്ളിയിൽ എല്ലാവരെയും പേടിയാ. നിന്നോട് ഈ കാര്യം പറഞ്ഞ നീ എങ്ങനെ അവരോട് പോയി പറയുന്നത് പേടിച്ചിട്ടാ ഇതെല്ലാം സീക്രട്ട് ആക്കി വെക്കാൻ ഈ ഉണ്ണിയേട്ടൻ പറഞ്ഞിട്ട് ഞാൻ ചെയ്തത്. ഇപ്രാവശ്യം ഞാൻ വെറുതെ വിട്ടു. കാരണം ഉണ്ണിയേട്ടൻ വേറെ ഏത് പെണ്ണിനെ കൊണ്ട് എൻ്റെ മുമ്പിൽ കാട്ടിയത് നാത്തൂനാന്ന് പറഞ്ഞാൽ ഞാൻ അംഗീകരിക്കില്ല. പക്ഷെ നീ ആയതുകൊണ്ട് ഞാൻ അംഗീകരിക്കും. ഇനി എൻ്റെ ഫ്രണ്ട് എൻ്റെ നാത്തൂനായി എനിക്ക് സന്തോഷമല്ലേ ഉള്ളൂ. അവര് കൂട്ടായി. ഇനി നീ എപ്പോഴും ഈ കടയുടെ മുമ്പിൽ ഇങ്ങനെ നിന്ന് കണ്ണും കളിച്ചിട്ട് വല്ല കാര്യമുണ്ടാ? അത് പിന്നെ ഞാൻ എന്ത് ചെയ്യാനാ? എടാ, 3 മാസം കഴിഞ്ഞ എൻ്റെ ഏട്ടൻ മുകുന്ദനില്ലേ, ആള് ഈ കോളേജിൽ നിന്ന് PG കഴിഞ്ഞ് ഇറങ്ങും. അത് കഴിഞ്ഞാൽ പിന്നെ ഞാനായിരിക്കും PG ഫൈനൽ ഇയറിലേക്ക് ചെല്ലാം. എന്ന് വെച്ചാ പിന്നെ അവളെ തടയാനോ നിങ്ങളെ തടയാനോ ആരുമില്ലെന്ന്. പിന്നെ നീ പാർട്ട് ടൈം ജോലിയൊക്കെ ചെയ്യുന്നവനല്ലേ. ഞങ്ങളുടെ കോളേജിലെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് എന്തെങ്കിലും ജോലി കിട്ടാണ്ടിരിക്കില്ല. നീ അവിടെ ജോലി ചെയ്യും. അപ്പോൾ സ്ഥിരം നിങ്ങൾക്ക് കാണാനും സംസാരിക്കാനും പറ്റും. ഇനി അങ്ങനെ ചെയ്യാം. ഒരു യുഗം ഞാൻ തപസ്സിരുന്നു ഒന്നു കാണുവാൻ. കഴിഞ്ഞ കാലം കൊഴിഞ്ഞ സുഖം പൂത്തുവിടർന്നു. ഒരു യുഗം ഞാൻ തപസ്സിരുന്നു ഒന്നു കാണുവാൻ. കഴിഞ്ഞ കാലം കൊഴിഞ്ഞ സുഖം പൂത്തുവിടർന്നു. മുഖമാമിൻ മനസ്സിൽ ഗാനമായി നീ ഉണർന്നു. മുഖമാമിൻ മനസ്സിൽ ഗാനമായി നീ ഉണർന്നു. ഹൃദയമൃദുല തന്ത്രേന്തി ദേവാമൃതം വൈശാഖസന്ധ്യ നിൻ ചുണ്ടിലെന്തേ ഹരുമസഖിത നദരകാന്തിയോ. എന്താ മധു വരാൻ പറഞ്ഞത്? കുറച്ചു നേരം സംസാരിച്ചിരിക്കാന്ന് കരുതി. എന്നാ സംസാരിക്കാം. മധുവിന് ഇടിമിന്നല് പേടിയാണല്ലേ? നല്ലോണം പേടിയാ. മനുഷ്യന്മാര് വെച്ച് താരതമ്യം ചെയ്യുമ്പോഴേ ഈ ഇടിമിന്നല് അച്ഛൻ റോളാ. എനിക്ക് മനസ്സിലായില്ല. എന്ന് വെച്ചാ ഈ ഭൂമിയുണ്ടല്ലോ, വരണ്ടുണങ്ങി കാത്തിരിക്കുക ഒരാളെ, തൻ്റെ പ്രണയിനിയായ മഴയെ. ഒരുപാട് കാലത്ത് കാത്തിരിപ്പിന് ശേഷം അവൾ ആ ഭൂമിയെ നനച്ചു തുടങ്ങും. അവൾ തൻ്റെ കൈകളാൽ അവനെ കുളിരണിയിപ്പിക്കും. പതിയെ അവിടെ ഉണ്ടായിരുന്ന വൃക്ഷലതാദികൾ അവരുടെ സംഗമത്തിൽ ഒത്തുചേർന്ന് നൃത്തം വയ്ക്കും. എന്നാൽ അപ്പോഴാണല്ലോ അച്ഛൻ്റെ വരവ്. അവർ രണ്ടുപേരെ ഒന്നിപ്പിക്കൽ അച്ഛന് ഇഷ്ടമില്ല. അച്ഛൻ ചൂടായി ചീത്ത പറയും. ആ ചീത്ത പറയുന്നതാണ് ഈ ഇടിമിന്നൽ. നിർത്താതെ പെയ്യുന്ന ഇടിമിന്നൽ കാരണം മഴ തിരികെ മടങ്ങും.
ഭൂമി വീണ്ടും വരണ്ടുണങ്ങും. നീ ശ്രദ്ധിച്ചോ എന്ന് എനിക്കറിയില്ല, പക്ഷേ നമ്മുടെ എല്ലാ സംഗമത്തിലും ഈ മഴയുണ്ടായിരുന്നു. എന്ന് വെച്ചാൽ ഭൂമിയായ എന്നെ തഴുകാൻ മഴയായ നീ ഉണ്ടായിരുന്നു. ഇനിയും ഉണ്ടാവില്ല കൂടെ? ഉണ്ടാവും. ഈ ഭൂമിയെ എന്നും കുളിരണിപ്പിക്കാൻ ഈ മഴയായി ഞാൻ ഒപ്പം ഉണ്ടാവും. അത് ഈ മഴയുടെ വാക്ക. നേരം വൈകി. ഇനിയും വീട്ടിൽ നിന്നെ കണ്ടില്ലെങ്കിൽ മാമ്പള്ളിക്കാരെല്ലാരും കൂടി എൻ്റെ പ്രാണനെടുക്കും. അതുകൊണ്ട് വേഗം തിരിച്ചോ. ഞാൻ പോവാണേ. ഡാ, നിന്റെ പെണ്ണിനെ കാണാൻ പോണില്ലേ? എന്താ ഒരു മൂകതയിലിരിക്കണ്? ഒന്നുമില്ലടാ. ഡാഡാടാ, എന്തൊക്കെ സാഹചര്യം വന്നാലും ഞാൻ നിന്നെ ഒറ്റയ്ക്കാക്കി പോകുന്നത് ശരിയാണ്. പക്ഷേ എന്നോട് കള്ളം പറഞ്ഞ അതെനിക്ക് മനസ്സിലാവും. സത്യസന്ധമായിട്ട് സത്യം പറ. അതല്ലടാ, ഇത്രയും നാള് ഞാൻ ഭാവിയെക്കുറിച്ച് ചിന്തിച്ചിട്ട് പോലും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പോൾ അവളെ പ്രണയിച്ചു തുടങ്ങിയപ്പോൾ ഭാവിയെക്കുറിച്ച് ഓർക്കുമ്പോൾ നെഞ്ചിലെ തീയാടാ. നീ ഒന്ന് ആലോചിച്ച് നോക്ക്. ഇപ്പോൾ എങ്ങാനും അവൾ എൻ്റെ കൂടെ ഇറങ്ങി വന്നു എന്ന് തന്നെ ഇരിക്കട്ടെ, ഞാൻ അവളെ എവിടെ കൊണ്ട് താമസിപ്പിക്കും? നിൻ്റെ ഈ വീട്ടിൽ ഈ ഒരൊറ്റ റൂമിൽ വാടകയ്ക്ക് താമസിക്കുന്നത് പോലെ അവളെ കൊണ്ട് താമസിപ്പിക്കാൻ പറ്റുമോ? ഇല്ലല്ലോ. സ്വന്തമായിട്ട് ഒരു വീട് വേണ്ടടാ ഞങ്ങൾക്ക്. അതുമാത്രല്ല, ആ വീട് പണിയാനൊരു സ്ഥലം വേണം. അത് കഴിഞ്ഞ് പണിതതിന് ശേഷം അവിടെ ഉപയോഗിക്കാനായിട്ടുള്ള സാധനങ്ങളൊക്കെ വാങ്ങിക്കണ്ടേ? അടുക്കളയിലേക്കായാലും റൂമിലേക്കായാലും അങ്ങനെ അങ്ങനെ. ഇതൊക്കെ ഓർക്കുമ്പോൾ പേടിയാവാം. ഈ ചെറിയ ജോലികൾ കൊണ്ട് ഞാൻ എങ്ങനെ അവളെ നോക്കാം? ഒരുപക്ഷെ ഇപ്പോൾ എന്നെ നോക്കാൻ എനിക്ക് സാധിക്കും. കാരണം എനിക്ക് 3 നേരം തിന്നാൽ മതി. അതിനുവേണ്ടി ചെറിയ ചെറിയ പാർട്ട് ടൈം ജോബ് ചെയ്താൽ മതി. പക്ഷെ അവൾ വരുമ്പോൾ അങ്ങനെയല്ലല്ലോ. ആ ചെറിയ പൈസയിലെല്ലാം ഒതുങ്ങോടാ. നീ പറഞ്ഞതൊക്കെ ശരിയാണ്. എങ്കിൽ നിനക്ക് PSC എക്സാം എഴുതിക്കൂടെ? ആടാ, ഇപ്പോൾ ഒരുപാട് പേര് PSC എഴുതി ഓരോ ജോബ് വാങ്ങിക്കുന്നില്ലേ? അതേപോലെ ഗവൺമെൻറ് ജോലി എന്നൊക്കെ പറഞ്ഞാൽ വലിയ ജോലി തന്നെയല്ലേ? ആൻഡ് അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം നിസ്സാരമൊന്നുമല്ല. പിന്നെ പണി കഴിഞ്ഞ് റിട്ടയർ ആയി കഴിയുമ്പോൾ പെൻഷനും കിട്ടും. അതുകൊണ്ട് അത്യാവശ്യം പണവും ഉണ്ടാവും. അതൊക്കെ വെച്ച് നോക്കുമ്പോൾ നിനക്കതിനൊന്ന് ട്രൈ ചെയ്തൂടെ? അല്ലടാ, എന്നെപ്പോലുള്ളവനൊക്കെ ജോലി കിട്ടും അവിടെ. എടാ, നിന്നെപ്പോലുള്ളവൻ അങ്ങനെ ഒന്നും വേർതിരിവില്ല ഗവൺമെൻറ് ജോലിക്ക്. ആർക്കാണോ ബുദ്ധി, ആരാണോ പരീക്ഷയിൽ പാസ്സാവണേ ആ ആളെ ജയിക്കുള്ളൂ. നീ ഒരു വർഷം അതങ്ങോട്ട് ചെയ്തു നോക്ക്. എങ്ങാനും കിട്ടിയാലോ? എങ്കിൽ എഴുതി നോക്കാലേ. ആടാ, ഞാനെന്നാ മധുവിനോട് സംസാരിക്കട്ടെ. എന്തു പറ്റി സിദ്ധു? ഇവിടെ ഒന്നല്ലല്ലോ മനസ്സ്. അത് മധു, ഞാനൊരു കാര്യം പറയാൻ. പറഞ്ഞോളൂ. ഞാൻ PSC എഴുതാൻ ചിന്തിക്കുന്നുണ്ട്. എന്താ നിൻ്റെ അഭിപ്രായം? നല്ല അഭിപ്രായം. നീ അത് എഴുത്. ഒരു ജോലി സ്വന്തമായിട്ട് സ്വന്തം മാത്രം പറയാനുണ്ടെങ്കിൽ അതല്ലേ വലിയ കാര്യം. അപ്പോൾ ഞാൻ കൂടുതൽ ബിസി ആവില്ലേ? നിൻ്റെ അടുത്ത് വരാനും സംസാരിക്കാനൊന്നും സമയം കിട്ടില്ലെങ്കിലോ? എടാ, നീ നിൻ്റെ ഭാവിയെക്കുറിച്ച് ചിന്തിക്കേ. ഇത് കിട്ടിക്കഴിഞ്ഞിട്ടായാലും നമുക്ക് സംസാരിക്കാനും കാണാനും സമയമുണ്ടാവും. പക്ഷേ ഇത് കിട്ടുന്നത് വരെ നീ അധ്വാനിക്കണം. കഠിനാധ്വാനമാണ് എല്ലാത്തിൻ്റെയും വിജയം. മനസ്സിലായോ? എങ്കിൽ പിന്നെ എഴുതാലേ? എഴുതിക്കോന്ന്. മധു, നീ ഇവിടെ നിൽക്കാണോ? ഞാൻ നിന്നെ എവിടെയെല്ലാം അന്വേഷിച്ചു. എന്താ കാര്യം? അത് പിന്നെ കാർത്തുമ്മ കുളിക്കാൻ കയറിയതാ. കാല് തന്നെ ബാത്റൂമിലൊന്ന് വീണു. തലയ്ക്ക് സാരമായ മുറിവുണ്ട്. എല്ലാവരും നിന്നെയും കൊണ്ട് ഹോസ്പിറ്റലിൽ വരാൻ പറഞ്ഞു. അയ്യോ, എൻ്റെ അമ്മ സിദ്ധു. ഒന്നും ഉണ്ടാവില്ല. നിങ്ങൾ വാ, ഞാൻ ഓട്ടോ വിളിക്കാം. അച്ഛ, അമ്മയ്ക്ക് ഇപ്പൊ എങ്ങനെയുണ്ട്? പറച്ചെന്തെങ്കിലും.
മധുമോളെ കരയില്, അമ്മയ്ക്കൊന്നുമില്ല, അമ്മ വരും. കാർത്തിയായനിയുടെ വീട്ടുകാരെവിടെ? ആ ഡോക്ടർ, ഞങ്ങളാ. ആ, വീണത് തലയിടിച്ചായതുകൊണ്ട് തലയ്ക്കുള്ളിലുള്ള ഞരമ്പൊന്ന് പൊട്ടി. കഴിയുന്നത്രയും ഞങ്ങൾ ശ്രമിച്ചു, പക്ഷേ രക്ഷിക്കാനായില്ല. അമ്മ, അച്ഛ, അമ്മ, അച്ഛ, അമ്മ, മധു, ഉണ്ണിയേട്ട, അമ്മ, അമ്മ പോയി. കുളിരിളം ചില്ലയിൽ കിളികളുണരുന്നു, ഹൃദയമാം വനികയിൽ ശലഭമലയുന്നു, മധുര നൊമ്പരമായി നീ എന്നുള്ളിൽ നിറയുന്നു. മുകിലിൻ പൂമരക്കൊമ്പിൽ മഴവിൽ പക്ഷി പാറുന്നു, തൻ കൂട്ടിൽ പൊൻകൂട്ടിൽ കഥയുടെ ചിറകുമുളയ്ക്കുന്നു. മേലെ വെള്ളിത്തിങ്കൾ, താഴെ നിലാക്കായൽ, കള്ളനെപ്പോലെ തെന്നൽ നിന്റെ ചുരുൾ മൂടി തുമ്പത്തെ വെണ്ണിലാപ്പൂക്കൾ മെല്ലെ തഴുകി മറയുന്നു. പെണ്ണിലാമഴയിൽ പ്രണയം പീലി നീർത്തുന്നു. ഉണ്ണിയേട്ടാ, ആ സിദ്ധു, നീ ഇതെവിടെയായിരുന്നു? ഞാനിപ്പോ PSC പരീക്ഷ എഴുതുന്നുണ്ട്. അപ്പോൾ പരീക്ഷ എഴുതാൻ കിട്ടുന്ന സ്ഥലങ്ങളെല്ലാം അങ്ങ് ദൂരെയാണ്. അപ്പോൾ ഇവിടുന്ന് മാറി നിൽക്കേണ്ടി വന്നു. ആ, മധു പറഞ്ഞിരുന്നു. അല്ല മധു, അവൾ ഓക്കെ ആയി വരുന്നുണ്ട്. 6 മാസം താന്നുപോയി. പക്ഷേ അമ്മയും അവളും ഒരു പ്രത്യേക സ്നേഹമായിരുന്നു. അതിൻ്റെയാവാം ഇപ്പോൾ പഴയതുപോലെ ഒരുപാട് സംസാരമൊന്നുമില്ല, സൈലൻ്റ് ആയിപ്പോയി. ഓ, ഞാൻ പോവാടാ, പണിയുണ്ട്. ആ ഏട്ടാ. മധു. സിദ്ധു, അവിടെ നിൽക്ക്, ഞാൻ അങ്ങോട്ട് വരാം. ആ. സിദ്ധു, സാരില്ല, എല്ലാം വീതി. പിന്നെ നീ ഓക്കെ അല്ലേ? ആ, കഴിക്കുന്നില്ല ഒന്നും? ഒത്തിരി മെലിഞ്ഞുപോയി. പഴയതുപോലെ ഒന്നിനും പറ്റണില്ല. പറ്റും, ഇങ്ങനെയല്ല അമ്മ നിന്നെ നോക്കിയത്, മറക്കണ്ട. കരയല്ലേ? പിന്നെ ഒരുപാട് തവണ ഇങ്ങോട്ട് വരാൻ ഞാൻ ശ്രമിച്ചു, പക്ഷേ ഇവിടുത്തെ ആൾക്കൂട്ടം കുറഞ്ഞില്ല. അമ്മയ്ക്കും അച്ഛനും ഒരുപാട് കുടുംബക്കാരുണ്ട്. അവരെല്ലാം കഴിഞ്ഞ മാസമാണ് പോയത്. ആ. പിന്നെ സിദ്ധു, ആ. അമ്മയ്ക്ക് നമ്മുടെ എല്ലാ കാര്യം അറിയായിരുന്നു. ആണ്. നമ്മുടെ അമ്മമാർക്ക് അവരുടെ കുഞ്ഞുങ്ങളുടെ മുഖത്ത് ചെറിയൊരു മാറ്റഭാവം കണ്ടാൽ മതി, എല്ലാം മനസ്സിലാവും. ഒരിക്കൽ ഞാൻ ഇരുന്ന് ചിരിക്കുന്നുണ്ടപ്പോഴാണ് എന്നോട് കാര്യം തിരക്കിയത്. ഞാൻ അറിയാതെല്ലാം പറഞ്ഞു. പക്ഷേ അമ്മ എന്നോട് ദേഷ്യപ്പെട്ടൊന്നുമില്ല. ഒരു കാര്യം മാത്രമേ പറഞ്ഞുള്ളൂ, അച്ഛൻ അറിയാൻ പാടില്ല, അറിയിക്കാണ്ട് നോക്കണമെന്ന്. ആ മധു. അയ്യോ, അച്ഛൻ വരുന്നു. സിദ്ധു പൊക്കോളൂ. ആ ശരി, ഓക്കെ ആയിട്ടിരിക്കണേ. ആന്ന്. എന്താ മധു, എന്താ കരയുന്നേ? കാര്യം പറ നീ. സിദ്ധു, അമ്മ ഉണ്ടായിരുന്നപ്പോ അമ്മ സംസാരിക്കുമായിരുന്നു. ഇപ്പൊ എനിക്ക് വേണ്ടി ആർക്കും സംസാരിക്കാൻ പറ്റുന്നില്ല. എന്താടി, നീ കാര്യം പറ. സിദ്ധു, അച്ഛൻ എനിക്കൊരു കല്യാണാലോചന കൊണ്ടുവന്നു. ഓ, ഇതിനാണ് എന്നെ പേടിപ്പിച്ചത്. അത് നമുക്ക് ശരിയാക്കാം. അങ്ങനെയല്ല സിദ്ധു,
ഇന്നലെ വന്നവര് പെണ്ണ് കണ്ടുപോയി. ഈ ആഴ്ച എന്റെ കല്യാണ. ഇതെന്താ എത്ര പെട്ടെന്ന്? എനിക്കറിയില്ല. അമ്മ മരിച്ച ഒരു വർഷം കഴിയുന്നതേ ഉള്ളൂ. അപ്പോഴത്തിനും ഇത് വില്ലേജന്മാരും പാപ്പന്മാരൊക്കെ ചേർന്ന് കൊണ്ടുവന്നതാ. നല്ല ജോലിയാ, നല്ല വിദ്യാഭ്യാസമുണ്ട്, വേഗം കെട്ടിക്കണം. ഇപ്പൊ അമ്മയില്ലാത്തതാണെന്നൊക്കെ പറഞ്ഞ്. ഓ മധു, നീ കരയാതെ. എനിക്ക് കുറച്ച് സമയം താ, ഞാനൊന്ന് ആലോചിച്ചിട്ട് പറയാൻ ബാക്കി. എന്നാ വീട്ടിൽ പോവാ നോക്ക്. സിദ്ധു, ഞാനൊരു കാര്യം പറയാം. നീ അല്ലാതെ എൻ്റെ കഴുത്തിൽ വേറെ ആരെങ്കിലും ഒരു താലി കെട്ടിയ പിന്നെ ഈ ശരീരത്തിൽ ജീവൻ ഉണ്ടാവില്ല. ഓർത്തോ? മധു, നീ ഇങ്ങനൊന്നും പറയല്ലേടി. ഒന്നും നടക്കൂല. നീ പോവാൻ നോക്കിയേ. ഭൂമിയായ എന്നെ കഴുകാൻ മഴയായ നീ ഉണ്ടാകും. ഇനിയും ഉണ്ടാവില്ല കൂടെ? ഉണ്ടാവും. എന്നാ ഈ കൊട കൊണ്ടുവെക്കോ. ആ മധു മോളെ, ഇത് കളിക്കണ കളിയല്ല. നീയല്ലേ പറഞ്ഞ സിദ്ധു വരും, സിദ്ധു ചെയ്യും, സിദ്ധു നോക്കിക്കോളുന്ന്. എന്നിട്ട് എവിടെയടി അവൻ? ഇനി ഏതാനും നിമിഷങ്ങൾ മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞ നീ മറ്റൊരുത്തൻ്റെ ഓടി. എനിക്കൊന്നും അറിയില്ല. ഉണ്ണിയേട്ട. നിങ്ങൾ എന്തിനാ അവളുടെ മെക്കിട്ട് കയറുന്നേ? സിദ്ധു വരുന്നല്ലേ പറഞ്ഞത്, വരട്ടെ. മധുമോളെ, മുഹൂർത്തത്തിന് സമയായി, വാങ്ങോട്ട്. അയ്യോ ഉണ്ണിയേട്ട. നീ ഇപ്പൊ ചെല്ല്, വരുന്നിടത്ത് വെച്ച് കാണാം. മധു, ഇത് ഞാനാ. സിദ്ധു, അപ്പോ അയാളെ ഞാൻ മുറിയിൽ പൂട്ടിയിട്ടു. വേറെ വഴിയില്ലാത്തതുകൊണ്ടാ. ഇപ്പോ നിനക്ക് തീരുമാനം എടുക്കാം. ഇയാളെ കെട്ടണോ അതെൻ്റെ കൂടെ വരണമെന്ന്. എനിക്ക് ഒരു ഐഡിയ ഇല്ല മുന്നോട്ട് എങ്ങനെ ജീവിക്കേണ്ടതെന്ന്. പക്ഷേ ഈ പടി നമ്മൾ ഒരുമിച്ച് കൈ പിടിച്ചിറങ്ങും. നീ വരും എൻ്റെ ഒപ്പം. എന്തായാലും. എന്താ സിദ്ധു? അല്ല, 3 വർഷം ഇന്നലെ കഴിഞ്ഞതുപോലെ. അതെ. ദേ നോക്കിയേ, മഴ നിന്നു കേട്ടോ. നമുക്ക് പോണ്ടേ? ആ പോവാം, വാ. അപ്പു ആണല്ലോ. ഹലോ സിദ്ധു, ഇത് ഞാനാടാ അപ്പു. പറ. എടാ, നിന്റെ PSC റിസൾട്ട് വന്നടാ. നീ പാസ്സായി. നിനക്ക് ഗവൺമെന്റ് ജോലി കിട്ടി മുത്തേ. ശരിക്കും? ആടാ മധു. എന്തേ? എടി, എനിക്ക് ഗവൺമെന്റ് ജോലി കിട്ടി. ആ അതെ. ഞാൻ ഈ കഥ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇനി ഈ കഥ വീണ്ടും മുന്നോട്ട് പോയാൽ ഒരുപക്ഷെ മാമ്പിള്ളിക്കാരെല്ലാവരും ഇളകാം. മധുവിൻ്റെ അച്ഛൻ വരാം, അവരെ 2 പൊട്ടിക്കാം, പിന്നെ മധുവിനെ അവരിൽ നിന്നും പിരിക്കാം, അല്ലെങ്കിൽ വേറെന്ത് വേള ഇവർക്കിടയിൽ സംഭവിക്കാം. സോ ഞാൻ പറഞ്ഞു വന്നത്, ലെറ്റ് ദം ഫിനിഷ് ദെയർ സ്റ്റോറി ബൈ ലിവിങ് എ ഗുഡ് ലൈഫ് ആൻഡ് എ ഗുഡ് ചാപ്റ്റർ.